സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമദിശം ഭാവയാമി കമനീയ കിശോരബുദ്ധമൂർത്തേ കളവേണുക്കൊള്ളുതാളും കാണുന്നോ മമ വാലിൽ നിർമ്മതാം മുരാരേ മധുരം കളികാലികാലികാലി ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരപ്പാ ശരണം. എല്ലാവരും എന്നെ തുടങ്ങുന്ന ഗുരുവായൂരപ്പന് നമസ്കാരം. നമ്മൾ ഇന്നലെ ഒന്നും പറഞ്ഞില്ല. അതിന് മുമ്പത്തെ ദിവസം നമ്മൾ നിർത്തിയത് പഞ്ചമത്തില് 9-ാം അധ്യായത്തില് ഭദ്രകാളിയുടെ അവതാരത്തിൽ കൂടിയിട്ട് നമ്മുടെ ജഡഭരതൻ ഒരു താങ്ക്സും കൂടി പറയാണ്ട് അതുപോലെ അങ്ങോട്ട് നടന്നു തുടങ്ങി. അപ്പോഴാണ് രഘുഗണ മഹാരാജാവ് കപില മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തത്വം ഉപദേശം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ പല്ലക്കെടുക്കുന്ന ആളുകൾ കുറച്ച് സുഖമില്ലാണ്ടായപ്പോൾ ഒരാളും കൂടി വേണം. അപ്പോൾ ഒരു നല്ല ഹെൽത്തി ആയിട്ട് ഒരാളെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഇയാൾ തന്നെയാ സ്യൂട്ടബിൾ പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് ആളെ പിടിച്ചു കൊണ്ടുവന്ന് പല്ലക്കിന്റെ ഒരു കയ്യ് അയാളുടെ കഴുത്തിൽ വെച്ചു കൊടുത്തു. നടന്നു തുടങ്ങി ജഡഭരതൻ. അപ്പോഴാണ് ഒരു വിഷമം. ഈ ജഡഭരതൻ നടക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് പോലെ ആവുന്നില്ല അല്ലേ? നമ്മള് 4 പേര് ഒരേപോലെ നടന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുണ്ടാവും. ഒരു കാറിന് 4 ടയറും ശരിക്കുള്ള പോയില്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഓട്ടോറിക്ഷയിൽ നമ്മൾ തൃശ്ശൂർ ടൗണിൽ ഓടണ പോലെയാവും അല്ലേ? അപ്പോൾ ഈ ജഡഭരതൻ ഉണ്ടാക്കുക അങ്ങനെയല്ല. ആൾ നടക്കുന്ന സമയത്ത് വല്ല ഉറുമ്പിൻ്റെ കൂട്ടോ വല്ല പ്രാണികൾ കണ്ടു കഴിഞ്ഞാൽ അത് ചവിട്ടിലേക്ക് ഒരു ചാട്ടം ചാടും. അപ്പോൾ ഈ ചാടി ചാടി നടക്കുന്ന കാരണം മുകളിലുള്ള ആൾക്ക് സുഖമില്ല. അപ്പോൾ ചോദിച്ചു കുറെ പറഞ്ഞു. അപ്പോൾ പുതിയ ആളാണ് ഞങ്ങളെല്ലാം കാരണം പുതിയ ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഒന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു ഓ തടി കൂടിയതാണ്, വളരെ വിഷമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു. പിന്നെയും ദേഷ്യം വന്നപ്പോൾ ഞാൻ രാജാവാണ്, ഇനി ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇതുവരെ വായ തുറക്കാത്ത ജഡഭരതൻ വായ തുറന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞത് എന്നെ ശിക്ഷിക്കുന്നല്ലേ, എന്നെ അടിക്കുന്ന. എന്നെന്ന് പറഞ്ഞാൽ ഈ ജഡം, ഈ ജഡമായ ഈ പഞ്ചഭൂതമായ ശരീരത്തെയാണ് അങ്ങ് അടിക്കുന്നു പറഞ്ഞത്. അടിച്ചോളൂ, എനിക്ക് യാതൊരു മാറ്റവും വരില്ല. നിങ്ങൾ ഇപ്പൊ രാജാവാണെന്ന് പറഞ്ഞു, ഞാൻ ഈ കൂലിക്കാരനാണ്. 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് മാറേണ്ടേക്ക് വരും. അപ്പോൾ അതൊക്കെ സമയത്തിന്റെ വ്യത്യാസം അനുസരിച്ചാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ രഘുഗണ മഹാരാജാവിന് തോന്നി ഇത് സാധാരണ ആളെല്ലാം നോക്കിയപ്പോൾ എവിടെയോ ഒരു അഴുക്ക് പിടിച്ചത് കൂടുതലുള്ള കഷ്ണം കണ്ടു. അപ്പോൾ ഇത് ബ്രാഹ്മണനാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഒരു വിധത്തിലും ഒരാളെയും ഞാൻ പേടിക്കുന്നില്ല, പക്ഷെ ബ്രാഹ്മണനോടുള്ള അപരാധം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ വീണ് നമസ്കരിച്ചപ്പോൾ ആദ്യമായിട്ട് അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്. ചുരുക്കത്തിലെ ഉപദേശം പറഞ്ഞത് എന്താണ്? ഈ കാണുന്നതൊക്കെ ജഡമാണ്, പഞ്ചഭൂതങ്ങൾ സൃഷ്ടിച്ചതാണ്. ആത്മാവ് ആണ് സത്യമായിട്ടുള്ളത്. ഈ ആത്മാവിനെ അറിയണമെങ്കിൽ ജ്ഞാനം കിട്ടണം. ആ ജ്ഞാനം കിട്ടണമെങ്കിൽ മഹാന്മാരുടെ പാദസേവ ചെയ്യണം, നമസ്കരിക്കണം. അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ജ്ഞാനം നേടി ഈ ജ്ഞാനം കൊണ്ട് ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറുവാൻ സാധിക്കും. ഈ സംസാര സാഗരം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട് പോലെയാണ്. ആ കാടിലുള്ള മരങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും ഒക്കെ ഉപദ്രവിക്കാൻ വരും. നമുക്കിവിടെ കാണുന്ന ഉപദ്രവങ്ങളൊക്കെ ഉപമിക്കുകയാണ്. അത് കാട്ടിലെ ജീവികളോടും കാട്ടിലെ മരങ്ങളോടും കാട്ടിലെ ജന്തുക്കളോടും കാട്ടിലെ മുള്ളുകളോടും കാട്ടിലെ വെള്ളികളോടും. അതാണ് ജഡഭരതന്റെ ഉപദേശം. അത് കേട്ടപ്പോൾ രഘുഗണന് ഞാൻ എന്തിനാ കപിലാശ്രമത്തിൽ പോണേ എന്ന് പറഞ്ഞ് രഘുഗണൻ മുക്തനായി തീർന്നു. ഈ ജഡഭരതൻ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സംസാരയുടെ ഉപദേശം അദ്ദേഹം ഉപേക്ഷിച്ചു. പിന്നെയാണ് നമ്മൾ എവിടെയാണ് അവസാനിപ്പിച്ച ഭരത വംശത്തിന്റെ വർണ്ണനം പറഞ്ഞു. ഭരതവംശത്തോട് കൂടിയിട്ടാണ്
നമ്മൾ പ്രിയവ്രതൻ്റെ ചരിത്രം ആ പഞ്ചമത്തെ സ്കന്ധത്തിലെ 16-ാം അധ്യായത്തോടുകൂടി സമർപ്പിച്ചു. പിന്നെയുള്ള 16 മുതൽ 26 വരെയുള്ളത് സ്ഥാനം എന്നുള്ള ലക്ഷണമാണല്ലോ പഞ്ചമത്തിൻ്റെ. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഭൂമി, എവിടെയാണ് നമ്മുടെ ഭൂഗോളം എന്നുള്ളത്, ഓരോ ദ്വീപുകളിലും ഓരോ ഖണ്ഡങ്ങളിലും ആരാണ് അവിടുത്തെ ഭഗവാൻ, ആരാണ് ആരാധകർ എന്നുള്ള വിശദമായ ലക്ഷണം, ഓരോ എത്രയാണ് നദികളുള്ളത്, എങ്ങനെയാണ് പർവ്വതങ്ങളുള്ളത്, എവിടേക്കാണ് പോകേണ്ടത്, എന്തൊക്കെയാണ്, എവിടെയാണ് ഓരോരുത്തർ ആരാധിക്കുന്നത് എന്നൊക്കെ വിശദമായിട്ട്, ഓരോ എത്ര നക്ഷത്രങ്ങളാണ്, എത്ര ഗ്രഹങ്ങളാണ്, ഇതൊക്കെ വിശദമായിട്ട് എന്നോ പറഞ്ഞു വെച്ചിരിക്കുന്നു. അവിടെയും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ 27 നക്ഷത്രമാണ് പറഞ്ഞത്, പക്ഷേ അഭിജിത്ത് എന്ന നക്ഷത്രത്തോട് കൂടിയിട്ട് 28 നക്ഷത്രമാണ് ഉള്ളതും കൂടി അന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ അഭിജിത്ത് നക്ഷത്രത്തിലാണ് വാമനാവതാരം നമ്മൾ കണ്ടത്. കാൽഭാഗം ഉത്രാടത്തിൻ്റെയും മുക്കാൽ ഭാഗം തിരുവോണത്തിലും ഭാഗം വരുന്ന അതാണ് അഭിജിത്ത് നക്ഷത്രം എന്ന വളരെ വിശിഷ്ടമായ മുഹൂർത്തം. അത് പറഞ്ഞുകൊണ്ടാണ്, അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഒടുവിൽ 25-ാമത്തെ അധ്യായത്തിലെ സംഘർഷന്റെ സ്ഥിതിയും കൈവരണം. സംഘർഷണൻ ഈ ഭൂഗോളത്തിൽ ഭൂമിയിൽ മുഴുവൻ കിടക്കാണ്. അത് അദ്ദേഹത്തിൻ്റെ സംഘർഷണമൂർത്തിയാണ് ഈ ഭൂമിയെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് പറഞ്ഞു. പിന്നെയാണ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നരകമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നരകമുണ്ട്. ഓരോ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓരോ വിധത്തിൽ ശിക്ഷകൾ അനുഭവിക്കണം. അപ്പോൾ ശിക്ഷകളൊക്കെ ഓരോ വിധത്തിൽ ശിക്ഷകൾ പറഞ്ഞ സമയത്ത് ചുട്ട എണ്ണയിലിടുക, വറുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ദേഹം മരിച്ചു പോയില്ലേ, പിന്നെ എങ്ങനെയാണ് രണ്ടാമത് എന്താണെന്ന് ചോദിച്ചു വന്നു. പറഞ്ഞു, ഇത് യാതനകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ശരീരം കൊടുക്കും അവിടെ പോയാൽ. ഈ ശരീരമല്ല, ഈ സൂക്ഷ്മ ശരീരത്തിൽ അവിടെ പോയതിനു ശേഷം ഒരു സ്പെഷ്യൽ ഒരു ശരീരം കൊടുക്കും. ആ ശരീരം തൊട്ട് വേദനകൾ മാത്രം അനുഭവിക്കുക, ആ ശരീരം ഒരിക്കലും നശിക്കില്ല. അതിനെ പാപങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആണ്, ശുദ്ധീകരിച്ചതിന് ശേഷം ഏത് വിധത്തിലുള്ള എത്ര ഗുണം നേടിയിട്ടുണ്ടോ അതുപോലെയുള്ള യോനിയിൽ അദ്ദേഹം പിന്നെയും ജനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെന്താ മാർഗങ്ങളുള്ളത് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്കന്ധം സമർപ്പിച്ചു. ഷഷ്ഠസ്കന്ധത്തിൽ ഈ നരകത്തിൻ്റെ വർണ്ണന കേട്ടപ്പോൾ പാപങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാപങ്ങൾക്ക് പാപം ചെയ്യുക, അതിന് പരിഹാരം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക, പിന്നെയും പാപം ചെയ്യുക, പിന്നെയും ചെയ്യുക. നമ്മൾ ആവണവട്ടത്തിൽ എല്ലാ കൊല്ലവും ഇല്ലേ, എല്ലാ കൊല്ലവും ആവണവട്ടത്തിന് മമപാർത്ത സമസ്ത ഓരോ പാപങ്ങൾ ചെയ്തതിന് ശേഷം അതിന് ഒരു കുളി കുടിച്ച് അടുത്ത ദിവസം ഗായത്രി ചെയ്ത് പിന്നെ അടുത്ത ആവണവട്ടം വരെ ഒന്ന് നിൽക്കും അല്ലേ. അതുപോലെ ഓരോ പാപങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നിൽക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ പാപവാസന ആണ് കളയേണ്ടത്. എങ്ങനെയാണോ ആനയെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ മണ്ണ് വാരിയും. ശർമ്മമാഷിയുടെ അനുസ്മരിക്കുന്ന സമയമാണല്ലോ. ശർമ്മമാഷി പറയുക, ആനയ്ക്ക് മണ്ണ് കുട്ടിക്കൂറ പൗഡർ മാതിരിയാണ്. അപ്പോൾ അതുപോലെയാണ് ആനയ്ക്ക് അത്രയും സന്തോഷമാണ് മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ. അതുപോലെയാണ് നമ്മുടെ പാപങ്ങൾ ചെയ്താലുള്ള വാസന. വാസന പോകണമെങ്കിൽ അതിന് ഭഗവാന്റെ കരുണയുണ്ടാവണം, നാമം ജപിക്കണം എന്നുള്ള തത്വം നാമമാഹാത്മ്യം കാണിക്കാൻ വേണ്ടിയിട്ട് 3 അധ്യായത്തിൽ കൂടിയിട്ട് അജാമിളോഖ്യാനം പറഞ്ഞു കൊടുത്തു. അജാമിളൻ വളരെ നല്ല ബ്രാഹ്മണനായിരുന്നു. പക്ഷെ എന്തോ ഒരു പൂർവ്വജന്മ കർമ്മവാസനകൾ കൊണ്ട് വേണ്ടാന്ന് തോന്നിയതാണ് ആദ്യം നോക്കിയപ്പോൾ. പിന്നെയും മനസ്സിൽ തന്നില്ല. അതിനാണ് പിന്നെയും അവിടെ പോയിട്ട് ആ പാപങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നതും. അതിനുശേഷം ആ പൂർവ്വജന്മ സുഹൃതം 10ാമത്തെ ഉണ്ണിക്ക് നാരായണൻ എന്ന് പേര് വിളിക്കാൻ തോന്നി. നാരായണ ഉറങ്ങിച്ചോ, നാരായണ ഉറങ്ങിയോ, നാരായണ കളിച്ചോ, നാരായണ 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 എന്ന് 21,000 പ്രാവശ്യം ഒരു ദിവസം നാമം ജപിക്കത്രേ. ആ നാരായണനെ വിളിച്ചുകൂടാ. നമ്മൾ പേരിട്ട് കഴിഞ്ഞാൽ പേര് മുഴുവൻ വിളിക്കണം എന്ന് പറഞ്ഞാൽ അതാണ്. സാധാരണ പേര് മുഴുവൻ വിളിക്കല്ലോ, പാറും നാണും എന്നൊക്കെ വിളിക്കുള്ളൂ. അപ്പോൾ പേര് മുഴുവൻ വിളിക്കുക. അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചു വെച്ചതിന് ശേഷമാണ് യമദൂതന്മാർ വന്നു. എത്ര യമദൂതന്മാർ വന്നു? അവർ 3 പേരായിരുന്നു. എന്താ 3 പേര്? മനസാ വാച കർമ്മണ. 3 വിധത്തിൽ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 3 ദൂതന്മാരാണ് വന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് വന്ന വിഷ്ണുപാർദ്ധന്മാരോ അവർ 4 പേരായിരുന്നു. 4 പേരും വന്ന് അവരും കൊണ്ടുള്ള യാഗം. അതിനുശേഷം ഇതൊക്കെ കേട്ടുകൊണ്ട് ആ അജാമിളൻ അതിൻ്റെ പശ്ചാത്താപം, താൻ ചെയ്ത പശ്ചാത്താപങ്ങളൊക്കെ സംഭാഷണങ്ങളൊക്കെ കേട്ട് ഒരു നാരായണ എങ്ങനെ ജപിച്ചായാലും എന്ത് തിരിച്ച് ജപിച്ചായാലും അത് പകൽ പാപങ്ങളിൽ നിന്നും മോചനം നേടുമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ അജാമിളന് അതിനുശേഷം ശരീരം ഗംഗാതീരത്ത് പോയി നാമം ധരിച്ചുകൊണ്ട്
ആ ദേഹം ത്യജിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മൾ അന്ന് കണ്ട ആ വിഷ്ണുദൂതന്മാരെ കാണാനുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് അവർ വന്ന് അവർ കൊണ്ടുപോയി എന്നാണ് ആ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. മൂന്നാമത്തെ അധ്യായത്തിൽ യമദൂതന്മാര് യമാവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ വിചാരിച്ചു ഇതുവരെ അങ്ങാണ് ഞങ്ങളുടെ യജമാനെന്ന്. അവർ പറഞ്ഞു വേറെ ആളാണല്ലോ. അപ്പോൾ യമാൻ പറഞ്ഞു, നമ്മളൊക്കെ അവർ ഭഗവാൻ തന്ന ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭഗവാന്റെ തത്വം വളരെ കുറച്ച് പേർക്ക് 12 പേർക്ക് അറിയുള്ളൂ. അതുകൊണ്ട് എവിടെയാണോ നാമം ജപിക്കുന്നത്, വിഷ്ണു ഭക്തന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ പോകേരുത്. നിങ്ങൾ എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ ആരാണോ നമ്മുടെ ഒരിക്കലെങ്കിലും നമസ്കരിക്കാത്തത്, ഭഗവാനെ ആരെങ്കിലും ഒരിക്കൽ നാമം ജപിക്കാത്തത്, അവരെ മാത്രമേ നിങ്ങളിവിടെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിച്ചുകൊണ്ടാണ് അജാമിളോപാഖ്യാനം സമർപ്പിച്ചത്. ജാമിളന് ഒടുവില് അന്തേ നാരായണ സ്മൃതി വന്ന് നാരായണനെ വിളിക്കാൻ തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ പൂർവ്വജന സുഹൃതം, അദ്ദേഹം ചെയ്തിരുന്ന 21,000 നാമം ജപം ഡെയിലിയുള്ളത്. അതുപോലെ ആ ജപം ജപിച്ചാലേ നമുക്ക് നാമം ജപിക്കാനുള്ള നാവ് കൊണ്ടുവന്നു. നാമം ജപിക്കുവാൻ അല്ലേ, അതാണ് നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ ഹരേ. അല്ലെ, ആ സമയത്ത് നാവ് കുഴയും. നമ്മൾ വേറെ ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എവിടെ കിടക്കണമെന്ന് അറിയില്ല, ആരാ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് അറിയില്ല. പണ്ട് കാലത്തൊക്കെ മരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് രാമായണം വായിക്കും, സഹസ്രനാമം ചെല്ലും, നാമം ജപിക്കും. ഇപ്പൊ അതിനുള്ള സൗകര്യമില്ലല്ലോ, എവിടെയോ ജപിക്കും. അപ്പൊ അതുകൊണ്ട് ആ നാമം ജപിക്കാനുള്ള നേരത്തെ തന്നെ തിരുനാമാചാര്യൻ ഭരണന്മാർ എത്രയോ സമയങ്ങളിൽ ഒരു ദിവസത്തിൽ ഒരു 20 മിനിറ്റെങ്കിലും അരമണിക്കൂറെങ്കിലും നാമം ജപിച്ചാലുള്ള ആ വ്യത്യാസം വേറെയാണ്. സ്വാമി ചിദാനന്ദപുരി പറയും, ഒരേ സമയത്ത് നിങ്ങൾ 6 മാസം നാമം ജപിച്ചു നോക്കൂ. ഒരേ സമയത്ത് ഒരേ നാമം ഒരേ സമയത്ത് 6 മാസം നമ്മൾ ജപിച്ചു നോക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് അജാമിളന്റെ ഇത് പറഞ്ഞത്. അതിനുശേഷം 4-ാമത്തില് എവിടെയാണോ ആ ദക്ഷന്റെ ജന്മം പറഞ്ഞു കൊടുത്തു. ദക്ഷന്മാർ തപസ് ചെയ്തതിനു ശേഷം ഭഗവത് ദർശനം, ഹംസകുത്തി ക്ഷേത്രം, നാരദോപദേശം കൊണ്ട് ഈ ഹര്യശ്വന്മാര് അവര് ഭഗവാനിൽ എത്തിച്ചേർന്നു. ദക്ഷപുത്രന്മാരെത്തി. ദക്ഷന് പുത്രോത്പത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഹര്യന്മാരെ വരുന്നയിച്ചത്. നാരദ മഹർഷി അവരെ ഉപദേശിച്ചു, നിങ്ങൾ ഇന്നല്ല വേണ്ടത് പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞയച്ചു. ദക്ഷന് കോപം വന്നു. പിന്നെയും എനിക്ക് നിങ്ങൾ എന്താ സംസാരിക്കണമെന്ന് എനിക്ക് ക്യൂരിയസ് ആവണം, അതാണ് പ്രശ്നം. എന്റെ കുറ്റാണ്, നിങ്ങളുടെ അല്ല. അപ്പോ ശബളാശന്മാരെ സംരക്ഷിച്ചു. ശബളാശന്മാർ പറഞ്ഞ ചേട്ടന്മാരുടെ വഴിക്ക് പൊക്കോളോട്ടോ, നിങ്ങൾ ഇതിൽ നിന്ന് പുറപ്പെട്ടു. അവർ വഴിക്ക് പോയപ്പോൾ ദക്ഷന് കോപം വന്നു. ദക്ഷൻ നാരദനെ ശപിച്ചു, എവിടെയെങ്കിലും 2 നാഴികയിൽ കൂടുതൽ നിൽക്കാൻ വരട്ടെ, തല പൊട്ടിത്തെറിക്കട്ടെ. നാരദൻ പറഞ്ഞു, ഇത് തന്നെയാണ് നല്ലത്. എവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെയായിട്ടുള്ള അറ്റാച്ച്മെന്റ് വരും. ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഈ കസ്തൂരി അറ്റാച്ച്മെന്റ് ആയി, അല്ലെ, പിന്നെ അടുത്ത കൊല്ലം വരെ ആയി. അതുപോലെ 2 നാഴിക കൂടുതൽ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് വരും. അതുകൊണ്ട് അത് അനുഗ്രഹമായി എടുത്തു. ബ്രഹ്മാന്റെ ഉപദേശ പ്രകാരം 60 പുത്രികളെ ഉണ്ടാക്കി. നാരദൻ അവിടേക്ക് അടുക്കില്ലല്ലോ, അതുകൊണ്ട് പുത്രികളെ ഉണ്ടാക്കി. ആ 60 പുത്രികളിൽ കൂടിയാണ് അത്ര ഈ വംശപരമ്പര മുഴുവൻ. അങ്ങനെ അത് വംശവിസ്താരോട് പറഞ്ഞു. 6-ാം അധ്യായത്തിൽ 7 ഇന്ദ്രൻ ഗുരുവിനെ അപമാനിക്കുന്നതും ആ ഗുരു മറയുന്നതും, വ്യാഴൻ മറിയ എന്ന് പറയും, ഗുരു മഴയുന്നതും, അതിന് ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം വിശ്വരൂപനെ ഗുരുവായി വഹിക്കുന്നതും, ആ വിശ്വരൂപൻ്റെ ഉപദേശപ്രകാരം നാരായണ കവചം ജപിച്ചുകൊണ്ട് 28-ാമത്തെ അധ്യായത്തിലുള്ള നാരായണ കവചം എന്നുള്ള ആ ദിവ്യമന്ത്രം ജപിച്ചുകൊണ്ട് ഇന്ദ്രന്റെ കൃതികളും പറഞ്ഞു കൊടുത്തു. വിശ്വരൂപനെയും ഇദ്ദേഹം ഇന്ദ്രൻ കൊന്നു, കഴുത്ത് വെട്ടി. കാരണം ബ്രഹ്മാവ് പറഞ്ഞിരുന്നു, വിശ്വരൂപൻ അമ്മ അസുരത്തിയാണ്, ദേവനാണെങ്കിലും. പക്ഷെ ഇടയ്ക്ക് അമ്മയുടെ അമ്മാത്തലിക്കുള്ള ചില കൊടുത്തു എന്ന് വരും, അത് കണ്ണടച്ചോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഹിച്ചില്ല ഇന്ദ്രന്. കഷ്ടപ്പെടുന്ന സമയത്ത് കഴുകി വെട്ടി. ശാപമായി 4 വിധത്തിലുള്ള ശാപങ്ങൾ 4 വീട് കൊടുത്തു. ആ വിശ്വരൂപന്റെ വധിച്ചതിന് ശേഷം തൊഷ്ടാവ് അഗ്നിയിൽ നിന്ന് ഒരു ഇന്ദ്രനെ കൊല്ലാനുള്ള പുത്രനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹോമമൊക്കെ ചെയ്തത്. പക്ഷേ ഇന്ദ്രനാൽ കൊല്ലാനുള്ള പുത്രനായി മാറി. ആ ഹോമത്തിന്റെ മന്ത്രത്തിന്റെ വ്യത്യാസം കൊണ്ട്
ഇന്ദ്രനാൽ കൊല്ലാവുന്ന പുത്രനായിട്ട് വൃത്രാസുരൻ, ആ വൃത്രാസുരൻ്റെ ദിവ്യമായ യുദ്ധകളത്തിൽ വെച്ചുള്ള ഭഗവാനോട് പ്രാർത്ഥന തിടുക്കാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണോ ഒരു പശുക്കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടാൻ കാത്തു നിൽക്കുന്നത്, അതുപോലെ തിടുക്കത്തിൽ ഭഗവാന് പോകണം, എന്നെ വേഗം കൊല്ലുമെന്നാണ് പറയുന്നത്. വേഗം കൊല്ലും. അങ്ങനെ ആ വൃത്രാസുരൻ്റെ മുക്തി അതിനുശേഷമാണ് വൃത്രാസുരൻ്റെ കഴിഞ്ഞാൽ വൃത്രാസുരൻ ഇത്ര ഭക്തനാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ചിത്രകേതു ഉപാഖ്യാനം. ആ ചിത്രകേതു മഹാരാജാവ് പുത്രനുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു അംഗീരസ മഹർഷി വന്ന് പുത്രനുണ്ടായപ്പോൾ ബാക്കി പത്മാർക്ക് അസൂയ. അപ്പോഴാണ് എന്തായി ഒരു വഴി, ഈ രാജാവ് ഏത് സമയത്തും ആ പുത്രിയുടെ കൂടിയാണ്, ആ പുത്രൻ്റെയും ആ രാജ്ഞിയുടെ കൂടെയാണ്. നമുക്ക് ഒരു വഴിയുള്ളൂ, ഒന്നിലെ നമുക്ക് പുത്രന്മാരുണ്ടാവണം, അതിന് വഴിയില്ല. അപ്പോൾ ആ പുത്രനെ കൊല്ല എന്ന് പറഞ്ഞാൽ പുത്രനെ കൊന്നു. അപ്പോഴാണ് പിന്നെയും അംഗീരസ മഹർഷി രാഘവസ് കൂടി വന്ന് തത്വോപദേശം ചെയ്തു. ആ കുട്ടി തന്നെ ജനിച്ച് ഏതമ്മ ഏതച്ഛൻ എന്നുള്ള ജ്ഞാനം പറഞ്ഞു കൊടുത്തു, തത്വം പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ആത്മതത്വം പറഞ്ഞു കൊടുത്തപ്പോഴാണ് ചിത്രകേതുവിന് കുറച്ച് ഇതുണ്ടായത്. പിന്നെ ചിത്രകേതു തപസ് ചെയ്ത് അംഗിരസിൻ്റെ ഒരു ചിത്രകേതുവിന് 4 കഴിയുന്ന സംഘർഷണ മന്ത്രം കൊണ്ട് അദ്ദേഹം ഒരു വിദ്യാലയനായിട്ട് മാറി. ആ വിദ്യാലയനായിരിക്കുമ്പോഴും ഭാഗത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഒരു നിന്ദാസ്തുതി എന്ന് പറയും. ശിവനും പാർവതിയും കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു കളിയാക്കുന്ന സമയത്ത് ശിവനൊന്നും തോന്നിയില്ല. ശിവൻ അങ്ങനെയാണല്ലോ അല്ലേ, അത് എന്ത് ചെയ്തില്ല. പക്ഷെ പാർവതിക്ക് സഹിച്ചില്ല, പാർവതി ശപിച്ചു. ആ ശാപം മൂലമാണ് ഈ വൃത്രാസുരനായി വന്നത്. ആ ശാപവും ആ വൃത്രാസുരന് തിരിച്ച് ശപിക്കാനുള്ള, ചിത്രകേതുവിന് തിരിച്ച് ശപിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിലും അദ്ദേഹം ചെയ്തില്ല എന്ന് മഹാദേവൻ പാർവതി പറഞ്ഞു കൊടുക്കും. ആ ചിത്രകേതുവിൻ്റെ രണ്ടാമത്തെ ജന്മമാണ് ഈ വിദ്യാധരനായ ചിത്രകേതുവിൻ്റെ ജന്മമാണ് ഈ വൃത്രാസുരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 18ാം അധ്യായത്തിൽ ദിതിയുടെ വംശവർണ്ണനം, മരുത്തുക്കളുടെ ഉത്പത്തി. അവിടെയും നോക്കൂ, ആ മരുത്തുക്കളുടെ ഉത്പത്തി, അതായത് ഇന്ദ്രനെ ജയിച്ച് ഇന്ദ്രനോട് കൂടി സ്വർഗം വീണ്ടെടുക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. വിഷ്ണുപൂജ ചെയ്യാൻ പറഞ്ഞു. വിഷ്ണുപൂജ ചെയ്തതിനു ശേഷം പക്ഷേ ഇന്ദ്രൻ അതറിഞ്ഞുകൊണ്ട് ദിതി ദേവിയുടെ ഉദരത്തിൽ ചെന്ന് ആ കുട്ടികളൊക്കെ 49 കഷ്ണാക്കി മാറ്റി തിരിച്ചു വന്ന് വിഷ്ണുപൂജനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരൊന്നും മരിച്ചിട്ടില്ല. ഇന്ദ്രൻ കൊണ്ടുപോയി. ഇന്ദ്രനോട് കൂടി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമായിരുന്നല്ലോ, അതുകൊണ്ട് ഇന്ദ്രനോട് കൂടി കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവരെ എന്നുള്ള ആ പുംസവനത്തിൻ്റെ ആണ് മരുത്തുകളുടെ ഉത്പത്തി കൂടി പറഞ്ഞു കൊടുത്തത്. 49 ഇന്ദ്രനും കൂടിയിട്ട് അവർ സ്വർഗത്തിലേക്ക് പോയി. ആ പുംസവനം, അങ്ങനെയുള്ള ആ പുംസവനം നമ്മൾ ഒരു ദുഷ്ട ഉദ്ദേശത്തിലാണെങ്കിൽ കൂടി വിഷ്ണു ഭഗവാനെ ഭരിച്ചു കഴിഞ്ഞാൽ അത് നല്ലതിൽ തന്നെ കലാശിക്കുമെന്ന് കാണിക്കുന്നതാണ് ഈ കഥയുടെ തത്വം. അതിൽ ആ പുംസവനത്തിൻ്റെ വിധിയാണ് 19ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തത്. ഈ ഷഷ്ടസ്കന്ധത്തിൻ്റെ ലക്ഷണം പോഷണം, ഇത് അജാമളൻ്റെ പോഷണം, ഇന്ദ്രൻ്റെ പോഷണം, ഇവിടെ ഇന്ദ്രൻ്റെ പല വിധത്തിലുള്ളത് പോഷണം. അങ്ങനെയുള്ള ഈ മരുത്തുക്കളുടെ കഥയെ കൊടുത്തുകൊണ്ടാണ് 6ാമത്തെ സ്കന്ധം സമർപ്പിച്ചത്. 7 സപ്തമസ്കന്ധത്തിൻ്റെ ലക്ഷണം ഊതി എന്ന് പറഞ്ഞ വാസന, ശുഭവാസന അശുഭവാസന. അശുഭവാസനയോട് കൂടിയിട്ടുള്ള ഹിരണ്യകശിപും ശുഭവാസനയോട് കൂടിയിട്ടുള്ള പ്രഹ്ലാദനും. ഇതിൽ ഹിരണ്യകശിപുവിൻ്റെ തപസ് കൊണ്ട് ദുഃഖിതരായ ദേവന്മാരുടെ പ്രാർത്ഥന, ബ്രഹ്മാവ് വന്ന് വരം കൊടുക്കുന്നത്. ബ്രഹ്മാവ് വരം കൊടുത്തപ്പോൾ അറിയാതെയോ ഈ ബ്രഹ്മാവിടെ ഒരു എനിക്ക് തോന്നാറുള്ളത്, ഈ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ സ്തുതിച്ച സമയത്തുണ്ടല്ലോ, ബ്രഹ്മാവാണ് ഏറ്റവും വലിയ ഭഗവാൻ എന്ന് സ്തുതിച്ചു. ബ്രഹ്മാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, രജോഗുണത്തിൻ്റെ വ്യക്തിയും അങ്ങേ ഭഗവാനെ അധികം സ്തുതിച്ചിട്ടുള്ളതാണ് ബ്രഹ്മാവ്. പക്ഷെ ഈ സമയത്ത് ബ്രഹ്മാവ് മിണ്ടാണ്ടിരുന്നു, ഞാൻ തന്നെയാണ് എന്നുള്ള ഭഗവാനിലേക്ക് എന്നാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ പറയാറുന്നല്ലോ ഞാനല്ല എന്നുള്ള ആളൊന്നും പറഞ്ഞില്ല. എല്ലാം പറഞ്ഞ സമയത്ത് സ്തുതിയൊക്കെ നല്ലോണം കേട്ടുകൊണ്ടിരുന്നു. ഈ എന്ത് ചോദിച്ചാലും ബ്രഹ്മാവനും ശിവനും ഒരു കാരണമുണ്ട്. എന്ത് വരം ചോദിച്ചാലും തഥാസ്തു തഥാസ്തു തഥാസ്തു, ഇവിടെ തഥാസ്തു എന്ന് പറഞ്ഞു. പക്ഷെ ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചില്ല ഹിരണ്യകശിപു എന്നുള്ളത് ഒന്നും പിന്നെ കാണാം. ഹിരണ്യകശിപുവിൻ്റെ ശാസനം, ഹിരണ്യകശിപുവിൻ്റെ ഭരണം, ഹിരണ്യകശിപു തന്നെ ഈ നേരത്തെ തത്വം ഉപദേശിച്ചു കൊടുക്കും. 2ാമത്തെ അധ്യായത്തിൽ തത്വം ഉപദേശിച്ചു കൊടുക്കും. അറിയാത്ത ആളൊന്നുമല്ല.
തത്വോപദേശം കൊടുത്തതിന് ശേഷം ആണ് ഈ തപസ്സിൽ പോയിട്ട് ഈ വരം നേടിയതിനു ശേഷം ആ വരത്തിൻ്റെ ശക്തി കൊണ്ട് എല്ലാ ദേവന്മാരെയും എല്ലാ വാക്കുകളിലും അടക്കി വെച്ചിരിക്കുകയായിരുന്നു. ആരും വിഷ്ണുവേ നമ പറയരുത്, എല്ലാം ഹിരണ്യായനമ എന്നുള്ളത് മാത്രം. ഈ പ്രഹ്ലാദനെ രണ്ടാമർക്കുമാരുടെ അടുത്തേക്ക് ശുക്രാചാര്യ മക്കളായ അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ ചെയ്യുന്നത് നമ്മൾ ഭാവന ചെയ്ത് നോക്കണം. കുട്ടി സ്കൂളിൽ നിന്ന് അത് എന്താണ് പാഠശാലയിൽ നിന്ന് ഒരു അനധ്യായ ദിവസം വരെയാണ്. അനധ്യായം എന്ന് പറയും. അമാവാസി ദിവസവും അഷ്ടമ ദിവസവും പഠിപ്പിക്കില്ല. ആ സമയത്ത് ആണ് അവർക്ക് ഹോളിഡേ. പാഠശാലയിൽ അതാണ് ഹോളിഡേ, ഈ 2 ഹോളിഡേയ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് വീട്ടിൽ വന്ന സമയത്താണ് വളരെ സന്തോഷമായിട്ട് കുട്ടിയെ വരുത്തിയിരുത്തി മടിയിൽ പിടിച്ചിരുത്തി ചോദിച്ചു, എന്താ പ്രഹ്ലാദ, എന്താ നീ പഠിച്ചത് ഉത്തമം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹരിയെ ആശ്രയിച്ച് വനത്തിൽ പോകണമെന്നാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞു. ചീത്ത പറഞ്ഞു രണ്ടാമത്തെ ഇതാണ് പഠിപ്പിക്കുന്നത് ഇവിടെ ചോദിച്ച് കുറേ ചീത്ത പറഞ്ഞു. ഇവിടെയും ശർമാമാഷ ഓർമ്മവരാണ്. ശർമാമാഷ ആക്ട് ചെയ്തോട് മമ പ്രണീതം പരപ്രണീതം എന്ന് പറഞ്ഞോളൂ. 2 ആചാര്യന്മാരാണല്ലോ. അപ്പോൾ ഞാനല്ല അതിന് കാരണം, ഇയാളല്ല ഈ കാരണം എന്ന് പറഞ്ഞ് ശർമാമാഷ അത് ആക്ട് ചെയ്ത് കാണിക്കും. മമ പ്രണീതം പരപ്രണീതം ആ ശ്ലോകത്തിൽ. അങ്ങനെയൊക്കെയാണ് ശർമാമാഷ കഥ പറഞ്ഞു തരാം. ഞാനല്ല കാരണക്കാരൻ, ഇങ്ങോട്ടല്ല, അദ്ദേഹത്തിന് പ്രഹ്ലാദന് എന്തോ ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുത്ത ശേഷം ഇങ്ങനെയൊന്ന് പഠിപ്പിച്ചാൽ പറഞ്ഞാൽ തിരിച്ചും പോയപ്പോൾ രണ്ടാമതൊരു അനധ്യായത്തിൽ വന്നപ്പോഴാണ് മടിയിൽ പിടിച്ചിരുത്തി ഭാഗത്തു കടയിൽ വെച്ച് ചോദിച്ചു, എന്താ ചോദിച്ചു. അമ്മയെ അലങ്കരിച്ച് മടിയിൽ കൊണ്ടിരുന്നതിന് ശേഷം ചോദിച്ചു, എന്താ പ്രഹ്ലാദ ഇപ്പം പഠിച്ചത്? അല്ല, അന്ന് അച്ഛാ ഞാനൊരു തെറ്റ് ചെയ്തു, ശരിക്കല്ല ഞാൻ പറഞ്ഞത്. വേണ്ടത് എന്താ വെച്ചാൽ ശ്രവണം കീർത്തനം വിഷ്ണോഹോ മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം, ഈ 9 ദിവസത്തിലുള്ള ഭക്തിയാണ് നേടേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഏത് ഹിരണ്യകശിപു ആണോ മടിയിൽ വെച്ച് താളിച്ചുകൊണ്ടിരുന്നത് ഒരു തട്ട് തട്ടിയിട്ട് ആ പ്രഹ്ലാദനെ തട്ടിയിട്ടു. അതിനുശേഷം പ്രഹ്ലാദനെ ശിക്ഷിക്കല്, കൊല്ലാൻ നോക്കല്, ഭഗവാൻ നാരായണ 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 ഹരേ നമ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാൻ ഏത് ആപത്തിൽ നിന്നും താങ്ങിയെടുക്കുന്ന ആ പ്രഹ്ലാദന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഈ സമയത്താണ് ദൈത്യബാലന്മാർക്ക് ഈ പ്രഹ്ലാദന്റെ ഉപദേശം. ആ 2 അധ്യായങ്ങളാണ് ഭാഗവതത്തിൽ തന്നെ ഏറ്റവും നമ്മൾ നോക്കേണ്ട അധ്യായങ്ങൾ. ഈ 2 അധ്യായങ്ങളാണ്. അതായത് 6-ാം അധ്യായവും 7-ാം അധ്യായവും. ബഹുമാനത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാൻ ആസ്വദിക്കാൻ നോക്കണം. സകല തത്വങ്ങളും ഭാഗവതത്തിലെ സകല തത്വങ്ങളും ഈ ചെറിയ വയസ്സിൽ പ്രഹ്ലാദൻ അവർക്ക് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഈ പ്രഹ്ലാദൻ ആരായിരുന്നു പൂർവ്വജന്മത്തില് ഭാഗവതത്തിൽ പറയുന്നില്ല. ഒരാചാര്യം പറയുന്നത് ഈ പ്രഹ്ലാദൻ പൂർവ്വജന്മത്തില് ഒരു ബ്രാഹ്മണനായിരുന്നു, ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അസുരന്മാർ ഹിരണ്യകശിപുവിന്റെ ഭരണമാണല്ലോ, ആ സമയത്ത് അവരെ കൊല്ലാൻ വന്ന സമയത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആ ജന്മമാണത്രേ ഇദ്ദേഹം വന്നിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് ആ പ്രഹ്ലാദന്റെ ജന്മം. ആ പ്രഹ്ലാദൻ ഉപദേശം കൊടുത്തതിന് ശേഷം അപ്പൊ ചോദിച്ചു കുട്ടികൾ, അല്ല നമ്മളൊക്കെ ഒരുമിച്ച് വളർന്നതല്ലേ, അങ്ങനെ ഇത്രയ്ക്ക് എങ്ങനെ മനസ്സിലായേ? അതിന് കാരണമുണ്ട്. ഞാൻ എൻ്റെ അമ്മയുണ്ടല്ലോ, അഭയത്തിൽ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അമ്മയെ പിടിച്ചോണ്ട് പോയി. നാരദ മഹർഷി കണ്ടു. നാരദ മഹർഷിയോട് ഇന്ദ്രൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് അസുരവിത്താണ് വളരുന്നത്, അതിനെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മയെ തിരിച്ചു വിടാമെന്ന് പറഞ്ഞു. അസുരവിത്തം എന്നല്ലാതെ ആരാലും കൊല്ലാൻ പറ്റാത്ത ഒരു മഹജന്മമാണ് അതിലുള്ളതെന്ന് പറയുമ്പോൾ നാരദന്റെ വാക്ക് കേട്ടുകൊണ്ട് അമ്മയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഇന്ദ്രൻ പോകും. ആ സമയത്ത് അമ്മയെ ആത്മത്തിൽ കൊണ്ടുപോയിട്ട് അമ്മയോട് 2 വരമാണ് അമ്മ ചോദിച്ചത് നാരദ മഹർഷിയോട്. ഒന്ന്, ഹിരണ്യകശിപു തപസ്സിന് വരണ വരെ ഞാൻ പ്രസവിക്കരുത്, എന്നെ ആരും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് നാരദ മഹർഷി ഉള്ളിൽ ഉള്ള ഗർഭത്തിലുള്ള ശിശുവിനെ ഉദ്ദേശിച്ച് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു. അമ്മ ആ ഗർഭസ്ഥിതിയും സ്ത്രീയുടെ ഒക്കെ മറന്നുപോയി. ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ആ നാരദൻ പറഞ്ഞത് മുഴുവൻ 2ാമതും വെച്ചു കൊടുത്തു. ആലോചിച്ച് നോക്കണേ, ആ ഗുരുവായ നാരദന്റെ ഒരു സന്തോഷം. ഇതെവിടെ പറയുന്നത്? രാജസൂയ യാഗം കഴിഞ്ഞിട്ട് ശിശുപാലനെ കൊന്നതിന് ശേഷം ആ ശിശുപാലന്റെ ജന്മത്തിന് സമയത്ത് നാരദ മഹർഷി അവിടെ ഉണ്ടല്ലോ. നാരദ മഹർഷിയോട് ചോദിക്കുന്ന സമയത്ത് നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറയുന്നതായിട്ടാണ് ഈ കഥ. അപ്പോ ആ ഗുരുവിന്റെ ഒരു സന്തോഷം നോക്കൂ. താൻ ശിക്ഷിച്ച, താൻ എപ്പോഴോ ശിഷ്യനായിരുന്ന അദ്ദേഹത്തിന്റെ ഗുണങ്ങള്
തൻ്റെ വാക്കിൽ കൂടി തന്നെ പറയുന്ന ഒരു ഭാഗ്യം നിൽക്കുന്നവളായി. അങ്ങനെയുള്ളതാണ് ആ സപ്തമസ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ 8-ാം അധ്യായത്തിലാണ് ഒരു നിവൃത്തിയില്ല. ഹിരണ്യകശിപു കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. എവിടെയാ ഹരി, എവിടെയാ ഹരി, എവിടെയാ ഹരി, എവിടെയാ ഹരി എന്ന് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇല്ല, തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ തൂണിലുണ്ടോ? ആ തൂണിലുണ്ട്. അപ്പോ ആചാര്യന്മാരെ അനുസരിക്കും ഭഗവാന് ഭയങ്കര വിഷമമായിരുന്നു. ഏത് തൂണിലാണ് ഇയാൾ വെട്ടാൻ പോവാണ്? എല്ലാ തൂണിലും ഞാൻ പ്രത്യക്ഷമാവണ്ടേ എന്ന് വെച്ചാൽ. അപ്പോ ആ ഇടിച്ചു പ്രഹ്ലാദനെ കൊല്ലാണ്ട് തിരിച്ചു നോക്കിയാൽ, പക്ഷെ ആ ഇടി ഇടിച്ച സമയത്ത് അതിൽ നിന്ന് നരവുമല്ല മനുഷ്യരും സിംഹവുമല്ല എന്ന രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അട്ടഹാസത്തോടിയിട്ട് ഉടനെ ആ വരങ്ങൾ അനുസരിച്ചുള്ള സമയമാണല്ലോ, വൈകുന്നേരം 6 വരെ അവർ ഗംഭീര യുദ്ധം, രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം. രണ്ടുപേരും കൂടി നരസിംഹൻ ഭഗവാൻ ഹിരണ്യകശിപുവിനെ മടിയിലിരുത്തി വയറ് പൊടർന്ന് രക്തം കുടിച്ച് കുടന്മാരെ വലിച്ചെറിഞ്ഞ് ആ ശരീരം വലിച്ചെറിഞ്ഞു. ആ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും സന്തോഷമായി. ഇതുവരെ ആ സ്തുതികളൊക്കെ അതാണ്. എത്ര പേരെയാണോ, എത്ര ആൾക്കാരെയാണോ ഹിരണ്യകശിപു തൻ്റെ അടിമത്തത്തിൽ വെച്ചുകൊണ്ടിരുന്നത്, അവർക്കൊക്കെ സന്തോഷമായി. എല്ലാവരും സ്തുതിച്ചു. ബ്രഹ്മാവ് മുതൽ സകല ദേവതകളും സ്തുതിച്ചു. എന്നിട്ടും ഹിരണ്യകശിപുവിൻ്റെ ഭഗവാന്റെ കോപം അടങ്ങിയില്ല. അപ്പോഴാണ് 11-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവ് പറയാണ്, മഹാലക്ഷ്മി പറഞ്ഞിരിക്കുന്നു. മഹാലക്ഷ്മി പറഞ്ഞു, ഞാനിങ്ങനെ ഒരു രൂപം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഓടിപ്പോയി. പ്രഹ്ലാദനോട് പറഞ്ഞു, പ്രഹ്ലാദന് നിന്റെ അച്ഛനെ എന്താ ദേഷ്യം ഇത് കഴിഞ്ഞാൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അച്ഛനെ കൊന്ന ദേഷ്യത്തിലല്ല വന്നിരിക്കുന്നത്, അപ്പൊ അങ്ങ് എന്നെ പോയിട്ട് സമാധാനിച്ചോ അതിനെന്താന്ന് പറഞ്ഞുകൊണ്ട് പ്രഹ്ലാദന് പേടിയില്ല. കാരണം ആചാര്യന്മാരനുസരിക്കുക പ്രഹ്ലാദൻ മുഖം കണ്ടിട്ടില്ല. പ്രഹ്ലാദൻ ഭഗവാന്റെ കാല് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാല് ഭഗവാന്റെ കാല് തന്നെയായിരുന്നു അത്ര. ആ പാദം മാത്രമേ പ്രഹ്ലാദൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നമസ്കരിച്ച് പോയതിനു ശേഷം പ്രാർത്ഥിച്ചു തുടങ്ങി. എന്ത് പ്രാർത്ഥിച്ചു? ആദ്യം തന്നെ പ്രാർത്ഥിച്ചത്, ഞാനൊരു അസുരബാലൻ, ഈ ആൾക്കാർ മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും അങ്ങയുടെ കോപം അടങ്ങിയില്ല. പക്ഷേ എനിക്ക് പ്രാർത്ഥിച്ച് അങ്ങയുടെ കോപം ശമിപ്പിക്കാൻ പറ്റും. കാരണം അങ്ങ് എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങളൊക്കെ മുത്തുകളാണ്. ഏത് ശ്ലോകമാണ് എടുത്ത് പറയാമെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. അത്ര ഗംഭീരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ പ്രഹ്ലാദ സ്തുതിയിൽ. ഒരു കുട്ടിക്ക് സൂക്കേട് വന്നു, അതിന് മരുന്ന് കൊടുത്തു. ആ സൂക്കേട് മാറണമെങ്കിൽ ഭഗവാന്റെ കരുണ വേണം. ഒരു നല്ല കപ്പിത്താനുണ്ട്, നല്ല വഞ്ചിയാണ്, കടൽ കടക്കുന്ന സമയത്ത് ഭഗവാന്റെ കരുണയുണ്ടെങ്കിൽ കടക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് കാര്യം എന്ത് ചെയ്യുമ്പോഴും ഭഗവാന്റെ കരുണയോട് കൂടി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള തത്വങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങളൊക്കെ തുച്ഛങ്ങളാണ്. എങ്ങനെയാ വെച്ചാൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൊറിഞ്ഞ് പിന്നെ വീട് തുറന്നു. അങ്ങനെയാണ് ഈ സുഖങ്ങളുടെ മുഴുവൻ. സുഖം നമുക്ക് നേടിപ്പോയി കഴിഞ്ഞാൽ ആ ദുഃഖത്തിൽ ചെന്ന് അവസാനിക്കുകയുള്ളൂ. അതിന് ആകെപ്പാട് വഴിയുള്ളത് ഭഗവാനെ പ്രാർത്ഥിക്കൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ 44 ശ്ലോകങ്ങൾ മണിമുത്തുകളായിട്ടുണ്ട്. അതൊക്കെ തന്നെ പതുക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ സംസ്കൃതം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. 5 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തത്വങ്ങളൊക്കെ ഇതുപോലെ നമ്മുടെ ആ ഭാവത്തിൽ ഇരുന്ന് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാവും. അതിനുശേഷമാണ് 5 അധ്യായം. ആദ്യത്തെ അധ്യായം അസുരൻ, 2ാമത്തെ 5 അധ്യായങ്ങൾ ഭഗവാൻ, 3ാമത്തെ 5 അധ്യായങ്ങൾ മനുഷ്യൻ. ഇങ്ങനെയാണ് ആ 15 അധ്യായങ്ങളെ സൃഷ്ടി പറഞ്ഞിരിക്കുന്നത്. ആ 15 അധ്യായം കൂടിയിട്ട് ആണ് സനാതന ധർമ്മം പറഞ്ഞു കൊടുത്തു. അത് ഗംഭീരമായിട്ട് എങ്ങനെയാണ്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിലൊക്കെ വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, വിത്തം അച്യുത നിർമ്മിതം എന്ന് പറയുന്നത് സകല സ്വത്തുക്കളും ഭഗവാന്റെയാണ്, നമ്മുടെ ഒന്നുമില്ല. വിത്തം അച്യുത നിർമ്മിതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അതിന്. പിന്നെ അതിൽ പറയും, നമ്മൾ ശ്രാദ്ധങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, ശ്രാദ്ധം ചെയ്യേണ്ട സമയത്ത് ശ്രാദ്ധം വിസ്തരത്തോടുകൂടി ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എടുത്തില്ലെങ്കിൽ പുതിയതായിട്ട് ഒരു കാര്യങ്ങളും തുടങ്ങരുതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല മുത്തുമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് തുടങ്ങിയത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയാൽ അത് തുടങ്ങാം. എക്സാമ്പിൾ, എന്തെങ്കിലും കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അടുത്ത കൊല്ലം ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയുള്ളതൊന്നും തുടങ്ങാൻ ഉദ്ദേശിക്കരുതേ അരുത്. അതെ,
പുതിയതായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങരുത്, പഴയത് തുടങ്ങിയത് അത് തുടർന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുള്ളതൊക്കെയാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാരദൻ ഒടുവിൽ വന്നതിന് ശേഷം ഈ നാരദൻ്റെ ജന്മം കൂടി അവിടെ പറഞ്ഞു കൊടുത്തു. നാരദൻ ആരായിരുന്നു എന്നുള്ളതും എന്തായ കാരണം ഇതായിരുന്നുള്ളതും നാരദൻ്റെ ജന്മം കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് സപ്തമസ്കന്ധം ഊതി എന്നുള്ള ലക്ഷണത്തിന് സമർപ്പിച്ചത്. എട്ടാമത്തെ സ്കന്ധം എന്നുള്ളത് നമ്മൾ മന്വന്തര കഥ, ഓരോ മന്വന്തരത്തിൽ ആരായെന്നുള്ളത്. എട്ടിൽ ആദ്യം നമ്മൾ വരാം ഗജേന്ദ്രൻ. ആനയായാൽ എന്താ? ഭഗവാന്റെ ഭക്തി, ഭഗവാനുള്ള ഭക്തി, പൂർവജന്മ വാസന ഉണ്ടായിരുന്നു. ജപിക്കാൻ തോന്നി, ഭഗവാനെ ജപിക്കാൻ ഗംഭീരമായിട്ടുള്ള വരുന്ന മൂന്നാമത്തെ അധ്യായത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ തത്വം തന്നെ പറഞ്ഞു തരുന്നത്. ഗജേന്ദ്രൻ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യിൽ കിട്ടിയ താമര എടുത്ത് ഭഗവാൻ അർപ്പിച്ചു. ബാക്കിയുള്ള ദേവന്മാരൊക്കെ വിചാരിച്ചു ആരെ വിളിക്കുന്നത്? അഖിലഗുരു എന്നാണ് വിളിക്കുന്നത്. ഞാനല്ല അഖിലഗുരു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ വന്നു. എങ്ങനെ വന്നു? ഗരുഡന്റെ പുറത്ത് വന്നു. ഗരുഡന്റെ പുറത്ത് വന്നപ്പോൾ വേഗം പോരാതെ വരത്തില്ല. അതുകൊണ്ട് പട്ടത്തിൽ വരുന്ന കാരുണ്യ വേഗാന്ന് പറഞ്ഞു. കാരുണ്യത്തിന്റെ വേഗം കൊണ്ട് മാത്രമേ പോകാൻ വന്നതാണ്. കാരണം വന്നുകൊണ്ട് ആദ്യം തന്നെ തൻ്റെ ഭക്തന്റെ കാല് പിടിച്ച മുതലേക്കാണ് ആദ്യം മുക്തി കൊടുത്തത് ഭഗവാൻ. ആ മുതലേ രക്ഷന് ശേഷം ആ ഭഗവാൻ ആ ഗജേന്ദ്രനെ അനുഗ്രഹിച്ചുകൊണ്ട് പോയി. ഇതില് ഗജേന്ദ്രന്റെ പൂർവ്വജന്മവും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു. അത് നമ്മുടെ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ഈ നാരായണ അഖിലഗുരു ഭഗവാൻ നമസ്തേ എന്നുള്ള നാമം നമുക്കുമുണ്ട്. ഒരു താമര, അത് മറഞ്ഞു കിടക്കുകയാണ്. ആ താമര എന്നും നിറച്ചിയെടുത്തുകൊണ്ട് മനസ്സായ താമര എന്നും ആ ഗുരുവായൂരപ്പൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് കാലത്തിനിട്ട് 3 പ്രാവശ്യം നാരായണ അഖിലഗുരു ഭഗവാൻ നമസ്തേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം, അനുഗ്രഹം ഗുരുവായൂരപ്പൻ അനുവദിച്ചു തരട്ടെ എന്ന് പറഞ്ഞുള്ള ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷത്തില് വളരെ ഗംഭീരമായിട്ടുള്ള ഫലശ്രുതിയാണ്. അതിൽ പറയും, ഈ ഗജേന്ദ്രനെയോ ഈ എന്നെയോ ഈ മുതലയോ ഈ തടാകത്തെയോ ഈ വൃക്ഷങ്ങളെയോ ഇവിടെയുള്ള ജന്തുക്കളെയോ ആരെയും എന്തിനേയും ഭഗവാനാണെന്ന് സ്മരിച്ചു കൊണ്ടുകഴിഞ്ഞാൽ സർവത്ര സമദർശനം എന്ന തത്വം അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ സൃഷ്ടി ചേർന്ന് എല്ലാം ഭഗവാൻ തന്നെയാണ്. അത് ഭഗവാനാണെന്ന് വിചാരം സ്മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സകല സൗഖ്യങ്ങളുണ്ടാവുന്ന പറഞ്ഞുകൊണ്ട് അതിന് ഫലശ്രുതി. അങ്ങനെ 5-ാമത്തെ 4-ാമത്തെ അധ്യായം പൂർവ്വജീവിതത്തോടുകൂടി സമർപ്പിച്ചു. 5-ല് കൈവത ചക്ഷുഷ മന്വന്തരങ്ങൾ ഓരോ ചക്ഷുഷത്തിൽ ഓരോരുത്തർ അവതാരങ്ങളോട് പറഞ്ഞു കൊടുത്തു. 6-ല് ഭഗവാന്റെ ആജ്ഞപ്രകാരം ദേവന്മാരും വസന്മാരും കൂടിയിട്ട് സമുദ്രത്തെ കടഞ്ഞ് ആദ്യം വന്ന കാളകുടവശം ഭഗവാൻ സേവിച്ചു. അതിനുശേഷം മറ്റ് രത്നങ്ങളുടെ ഉൽപ്പത്തി, ഓരോ ഐരാവതം, ഓരോ സാധനങ്ങളൊക്കെ അവരവർക്ക് കൊടുത്തു. കൗസ്തുഭം ഭഗവാൻ തന്നെ എടുത്തു. രമ പ്രത്യക്ഷപ്പെട്ടു. രമ ആരെ വരിക്കണം എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ എല്ലാവർക്കും ഒരു കുറവുണ്ട്. എല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ. ദുർവാസ മഹർഷി മുതൽ ഇന്ദ്രൻ മുതൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. മഹാദേവനുണ്ട്. പക്ഷെ എല്ലാവർക്കും ഓരോ കുറവ് കണ്ടു. അത്ര എല്ലാവർക്കും ഒരു തികഞ്ഞതായിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും കണ്ടു. അപ്പോൾ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പൂർണ്യാവതാരം എന്നാണ് ഭട്ടതിരി പറഞ്ഞത് അല്ലേ? പൂർണ്ണമായിട്ടുള്ള പുണ്യമായിട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ടുള്ളത് ആ ഭഗവാൻ തന്നെയാണ് വന്ന് ഭഗവാനെ വരിച്ച ആ സ്വയംവരം. അവിടെ ദേവന്മാർക്ക് അമൃതം വന്നു. അമൃതം വന്നപ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോയി അസുരന്മാര്. അപ്പോൾ ദേവന്മാർ പിന്നെയും ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ വന്ന് മോഹിനി രൂപത്തിൽ വന്ന് അത് കൊടുത്തു. അതപ്പോഴാണ് ആ ഒരു അസുരൻ, സുബാഹു എന്ന അസുരൻ മാറി തലമാറി ഇരുന്നപ്പോൾ അത് സൂര്യനും ചന്ദ്രനും കൂടി കണ്ടുപിടിച്ചു കൊടുത്തു. അവരെ തലയർത്തു. സൂര്യനും ചന്ദ്രനും കണ്ടുപിടിച്ചത് കൊണ്ട് കൊടുത്ത ആൾക്കാർക്കേ നമുക്ക് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആധ്യാത്മം സമർപ്പിച്ചു. ഈ ദേവന്മാര് അമൃതത്തിന്റെ ശക്തിയിൽ യുദ്ധം, ഗംഭീര യുദ്ധം അസുരന്മാരായിട്ട്, അസുരന്മാരൊക്കെ മരിച്ചു എന്ന് പറയുന്നത്. എല്ലാവരും മരിച്ചുപോയി. പക്ഷേ ശുക്രാചാര്യയുടെ സഞ്ജീവന മന്ത്രം കൊണ്ട് എല്ലാവരെയും ജീവിപ്പിച്ചു എന്ന് ഭാഗവതം പറയുന്നു. അങ്ങനെയുള്ള ഈ ബലിയുടെ പരാജയത്തെ കഴിഞ്ഞ ശേഷം തൻ്റെ ഭഗവാന്റെ വാക്കനുസരിച്ചാണ് ഈ യുദ്ധമൊക്കെ നിർത്തിയത്. ശുക്രൻ ഈ ബലിയും എല്ലാവരെയും സഞ്ജീവനം വന്നുകൊണ്ട് ജീവിപ്പിച്ചു. ഭഗവാന്റെ മോഹിനി രൂപം കണ്ട് മഹാൻ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ഈ മോഹിനി രൂപം കാണണം എന്ന് പറഞ്ഞപ്പോൾ ആ മഹാദേവന് ആ മോഹിനി രൂപം കാണിച്ചു കൊടുത്തു. ബലി പിന്നെ ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം, ഗുരു ശുശ്രൂഷ ഒന്നുകൊണ്ട് മാത്രം സകല സമ്പത്തുകളും സകല നിന്നും തേടി ആ സ്വർഗം ആക്രമിച്ച് സ്വർഗത്തിൽ നിന്ന് അവർക്കൊക്കെ ഓടിപ്പോയി. കാരണം ബ്രഹ്മാവ് പറഞ്ഞു, ഇപ്പോൾ അവരൊക്കെ ഗുരുവിൻ്റെ അനുഗ്രഹത്തിൽ നിൽക്കുകയാണ്.
നമുക്കതിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടുക നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും സ്വർഗത്തിൽ തിരിച്ചു പോന്നു. അതിനുശേഷമാണ് മന്വന്തരം ബാക്കിയുള്ള മനുഷ്യരുടെ കേൾക്കാം ബലി എല്ലാ സ്ത്രീകളും വന്ന സമയത്ത്. അപ്പോഴാണ് അതിഥി ദേവിക്ക് ഈ ഭഗവാൻ അടുത്ത് പ്രാർത്ഥന, അതായത് തിരിച്ചും തൻ്റെ പുത്രന്മാരൊക്കെ ഇങ്ങനെ ബുദ്ധിക്കുണ്ടല്ലോ ഭൂമി ദേവിയിൽ പോയിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് വയോവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതും. അവിടെയാണ് ഭഗവാൻ അതിഥി ഗർഭത്തിലുള്ള അതിഥിയെ വന്ന് സമർപ്പിക്കുന്നതും. ഞാൻ അങ്ങ് ചോദിച്ചത് വളരെ വിഷമമുള്ള കാര്യമാണ്, എന്നാലും എന്നെ പ്രീതിപ്പിച്ചുള്ള കാരണം, വിഷ്ണുപൂജ ചെയ്തിട്ടുള്ള കാരണം ഞാൻ എന്തെങ്കിലും ഒരു വഴി പിടിച്ചുകൊണ്ട് ഞാനത് ശരിയാക്കി തരാം. അങ്ങേക്ക് ആഗ്രഹം ബാക്കിയുള്ള സ്ത്രീകൾ എല്ലാം നഷ്ടപ്പെട്ട് കരയണം എന്നുള്ള ചിലർ കൂടി ഉണ്ടല്ലോ അല്ലേ എന്ന് അവിടെ പറഞ്ഞു കൊടുക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ അതിഥി ദേവിയോട് അതും കൂടി പറഞ്ഞു കൊടുത്തു. ശേഷം ഞാനീ വന്നത് ആരോടും പറയരുത് കേട്ടോ എന്നും കൂടി ഗോപ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് പ്രത്യേകിച്ച് പോയി. അപ്പോഴാണ് ഭഗവാൻ അതിഥി ദേവി ഗർഭത്തിൽ ഭഗവാൻ പ്രവേശിക്കുന്നതും ബ്രഹ്മാവെന്ന് പ്രാർത്ഥിക്കുന്നതും. അതിനുശേഷം വാമനാവതാരത്തിൽ നിന്ന് എല്ലാവരും ആദ്യം ചെയ്തത് അവിടെയുള്ളവരെ ഉടനെ തന്നെ വടുവായിട്ടുള്ള അതിൻ്റെ ഉപനയന കർമ്മങ്ങൾ എല്ലാവരും സൂര്യഭഗവാൻ തന്നെ കാര്യത്തിൽ ഉപദേശിച്ചു. ഉമാദേവി തന്നെ ഭിക്ഷ കൊടുത്തു എന്ന് പറഞ്ഞുള്ള അത്. ശേഷം ഉടനെ അവതാര കാര്യത്തിന് വേണ്ടിയിട്ട് ബലിയുടെ കൊട്ടാരത്തിലേക്ക് യാഗം നടത്തുന്നതിലേക്ക് പോവാണ്. ആരായി വരുന്നത്? ശുക്രാചാര്യനും വളരെ സംശയിച്ചത് ഭഗവാൻ തന്നെയാണോ, സൂര്യഭഗവാൻ തന്നെയാണോ വരുന്നത് എന്ന് സംശയിച്ചു. അവിടെ വന്നപ്പോഴാണ് ആദ്യം തന്നെ ബലി കാല് കഴിയിച്ചു. അങ്ങ് എന്താ വേണ്ടത് ചോദിച്ചു. എന്താ വേണ്ടേ പറയൂ. കന്യക വേണോ, ധനം വേണോ, ഗർജിച്ച് വേണോ, ഞാൻ എല്ലാം എൻ്റെയാണ് എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടി പറഞ്ഞു ഞാൻ എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണേ ആവശ്യമുള്ളൂ, ബാക്കി എന്തുണ്ടെങ്കിലും എനിക്ക് കാര്യമില്ല, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടണം എന്നാണ് എൻ്റെ ആവശ്യം. ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ദ്വീപ് ഉണ്ടെങ്കിലും അതുകൊണ്ട് അവസാനിക്കുന്നില്ല, എനിക്കുള്ളത് കൊണ്ട് എനിക്ക് തൃപ്തിയാണ്. 3 അടി മണ്ണ് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശുക്രാചാര്യർ ബലി ഇത് കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ തിരിച്ച് ചോദിച്ചോളോ, ആരോടും ചോദിച്ചിട്ട് വരും, ഈ ചെറിയ മനസ്സോട്ട് വെക്കണ്ട, ഇനി വേണമെങ്കിൽ ചോദിച്ചോളോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇല്ല, എനിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല, എനിക്ക് 3 അടി മണ്ണ് വേണ്ടത് പറഞ്ഞപ്പോൾ കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ ശുക്രാചാര്യർ തടയണു. ഇയാൾ കള്ളനാണ്, ഭഗവാൻ കള്ളവേഷം വന്ന് ഇപ്പം തന്നെ പറ്റിച്ച് ഒക്കെ ഇന്ദ്രന് കൊണ്ടുകൊടുക്കും. അതുകൊണ്ട് അത്യാവശ്യം നുണയൊക്കെ പറയാം. അവനവൻ്റെ സ്വത്ത് എവിടെയാണ്? യശസ്സേ ധർമായ അർത്ഥായ യശസ്സേ കർമായ. അതായത് ഒരു കാലത്ത് പൈസ ഉള്ള സമയത്ത് അവനവൻ്റെ ധനം 5 ഭാഗമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ധർമായ, ധർമ്മത്തിന് കൊടുക്കണം 20%, ധർമായ യശത്തെ അവനവൻ്റെ കീർത്തിക്ക് വേണ്ടിയിട്ട്, പേര് വരാൻ വേണ്ടിയിട്ട് കൊടുത്തോളാം. പേര് പേപ്പറിൽ വരാനും പേര് ടി വിയിൽ വരാനും പേര് അവിടെ വരാനും ഇത് മേടിച്ച് കൊടുത്തോളൂ. ധർമായ യശത്തെ അർത്ഥായ, അർത്ഥം നമുക്കുള്ള, അതായത് സേവിങ്സ് ആയിട്ട്, നമുക്ക് സേവിങ്സ് ആയിട്ട് 20% വെക്കണം. ധർമായ യശ അർത്ഥായ. കാമായ അവനവൻ്റെ ആശ്രമം നടക്കണം. ധർമ്മം അർത്ഥം കാമമുണ്ട്. ധർമ്മത്തിലോടുള്ള അർത്ഥം സമ്പാദിച്ച് അതിനുകൂടിയുള്ള കാമം സമ്പാദിക്കണം. ധർമ്മത്തിലോടുള്ള അർത്ഥം സമ്പാദിച്ച് അർത്ഥം ഉപയോഗിച്ചിട്ടുണ്ട് ധർമ്മം അനുവദിക്കുന്ന കാമം അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ കാമത്തിന് വേണ്ടിയിട്ട് 20%. ധർമായ യശസ്സേ അർത്ഥായ കാമായ സ്വജനായ 20% നമ്മളെ ആശ്രയിച്ചവർക്ക് കൊടുക്കണം. നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ മാത്രമല്ല നമ്മുടെ ഫാമിലിയിൽ തന്നെ, നമ്മുടെ കൂട്ടുകാർക്ക് തന്നെ പലർക്കും ഇല്ലാത്ത ആൾക്കാർക്ക് അത് കൊടുക്കണം എന്ന് 20% പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തു. അത്യാവശ്യം നുണയൊക്കെ പറയാം എന്നും പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് പറഞ്ഞ വാക്കിൽ നിന്ന് മാറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഞാൻ എൻ്റെ വാക്ക് ഞാൻ മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ കയ്യിൽ കൊണ്ട് വിശ്വരൂപ ദർശനം. ആദ്യത്തെ കാലഘട്ട ഭൂമി ഉടഞ്ഞു, സ്വർഗം അടഞ്ഞു. സ്വർഗത്തിൽ ചെന്നപ്പോഴാണ് ഭഗവാന്റെ കാല് തട്ടിയത് കാരണം ബ്രഹ്മാവ് പാദ അഭിഷേകം ചെയ്യുന്നതും ആകാശഗംഗ ഭൂമിയിലേക്ക് വരുന്നതും പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷമാണ് 3ാമത്തെ അടി ഞാൻ എവിടെ വയ്ക്കുക എന്ന് ചോദിച്ചപ്പോഴാണ് ഭഗവാൻ ബലി ഒരു അങ്ങയുടെ അപ്രകാരം അല്ലെങ്കിൽ എൻ്റെ തലയിൽ വെച്ചോളെന്ന് തല വിളിച്ചു കൊടുത്തു. അപ്പോഴാണ് ഭഗവാൻ ബ്രഹ്മാവും പ്രഹ്ലാദനും കൂടി വന്ന് അപേക്ഷിച്ചു, വലിയ ഇങ്ങനെ ശിക്ഷിക്കരുത്, ഞാൻ ശിക്ഷിക്കുന്നില്ല, ഞാൻ വരം കൊടുത്തിട്ടുള്ളതാണ്, പ്രഹ്ലാദന് വരം കൊടുത്തിട്ടുള്ളതാണ്. 7 ജന്മം മുമ്പും 7 ജന്മം പിന്നും ഞാൻ അനുഗ്രഹിക്കില്ല. ഞാൻ ഒരാളെ അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
ആദ്യം ഞാൻ എൻ്റെ എന്നുള്ള അഹങ്കാരത്തെ ആദ്യം ഞാൻ എടുക്കും. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ മഹാബലിയെ സുതലത്തിലേക്ക് ഞാൻ വരവേക്കും. അടുത്ത ജന്മത്തിൻ്റെ ഉന്നതരായി വരും. ആ സുതലത്തിൽ ഞാൻ കാവൽക്കാരനായിട്ട് അദ്ദേഹത്തിന് കാത്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരം കൊടുക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ ശുക്രാചാര്യർ പറയും, ശുക്രാചാര്യരെ ഈ യജ്ഞം പകുതിയിൽ മുടങ്ങിയിരിക്കുകയാണല്ലോ, ഇതൊന്ന് മുഴുവനാക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാനെ എന്ത് യജ്ഞം, ആർക്കാണ് യജ്ഞം ചെയ്യുന്നത്? സകലത്തിനെ വിഷ്ണു എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ സകദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. ആ ഭഗവാൻ തന്നെ ഇവിടെ വന്ന് എല്ലാം ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്താണ് യജ്ഞഭംഗം വന്നിട്ടുള്ളത്? എന്നാലും അങ്ങ് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഭാവിയിൽ ആരെങ്കിലും ഇങ്ങനെ പകുതിയിൽ വെച്ച് കർമ്മങ്ങളൊക്കെ നിർത്താൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മുഴുവനാക്കാം. ഏറ്റവും അതിന് വേണ്ടത് നാമസങ്കീർത്തനം ഒന്ന് മാത്രമാണ്. ഭാഗവതത്തിലെ നാമസങ്കീർത്തനം എടുത്ത് പറയുന്ന ഏറ്റവും അധ്യായം 23-ാം അധ്യായത്തിലാണ് നാമസങ്കീർത്തനം ഒന്ന് മാത്രമാണ് സകല വ്രതശുദ്ധികൾക്കും സകല യാഗങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ കാണാം ആചാര്യന്മാരും നമ്പൂരിമാരൊക്കെ ഏത് പൂജ സമയത്തും അവർ മൂലമന്ത്രം ജപിക്കും. മൂലമന്ത്രത്തിന് ശക്തി ഉള്ളതുകൊണ്ട് ഓരോ ദിവസവും ജപം ജപിക്കും. അങ്ങനെയുള്ള ശേഷം മഹാബലി നാമം ജപിച്ചുകൊണ്ട് യജ്ഞം പൂർത്തിയാക്കി. ഈ അധ്യായങ്ങൾ സകല കാര്യങ്ങൾക്കും ഉത്തമമാണ്, വിശേഷിച്ച് പിതൃകാര്യങ്ങൾക്ക് വളരെ ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം സമർപ്പിച്ചത്. 24-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണോ ഒരു ചെറിയ രൂപം വലിയ രൂപമായി മാറിയത്, അതുപോലെ തന്നെ ചെറിയ മത്സ്യരൂപമായിട്ട് ആ മത്സ്യാവതാരം ആദ്യം വന്നത് ഹയഗ്രീവൻ്റെ വേദങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അവിടെ ഒന്നോത്രേ ഭഗവാൻ. പിന്നെ ഒളിഞ്ഞു പോയിട്ടാണ് രണ്ടാമത് മത്സ്യമായിട്ട് വരുന്നത്. അപ്പോൾ സത്യവതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടെ തന്നെ മത്സ്യാവതാരം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ അവതാരം കഴിഞ്ഞതിന് ശേഷം ഹയഗ്രീവൻ്റെ വേദങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം പ്രത്യക്ഷമായി. അപ്പോഴേ സത്യവ്രതൻ തപസ് കൊണ്ടിരിക്കും, സന്ധ്യാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മത്സ്യം വന്നു. ആ മത്സ്യത്തെ കൊണ്ടുപോയി വിളിച്ചു, വലുതായി വന്നു. അപ്പോൾ മത്സ്യം വലുതായി വന്നപ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ കടലിൽ തന്നെ കൊണ്ടാക്കി. എന്നെ ഇങ്ങനെ കടലിൽ ഉപേക്ഷിക്കരുത്, എന്നെ ബാക്കി മത്സ്യം ചെല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് അങ്ങ് ആരാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ മത്സ്യരൂപി പറഞ്ഞു കൊടുത്തു, ഇന്നൊക്കെ 7-ാം ദിവസം എല്ലാം മുങ്ങിപ്പോകും. അങ്ങ് സകല ബീജങ്ങളും എടുത്തുകൊണ്ട് ഒരു തോടി വന്നു കഴിഞ്ഞാൽ ആ തോടിയെ വാതി കൊണ്ട് ബന്ധിച്ച് അത് കെട്ടിക്കൊണ്ട് ഞാൻ നിങ്ങളെ ഈ കൽപ്പത്തിൽ നിന്ന് അടുത്ത കൽപ്പത്തിൽ എത്തിച്ചോളാം. അടുത്ത കൽപ്പത്തിൽ അങ്ങ് വൈവസ്വത മനുവായിട്ട് തീരും എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് 7 ഋഷികളും ഉണ്ടാവും. ആ സമയത്ത് അങ്ങക്ക് ഞാൻ ഉപദേശങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ 7-ാം ദിവസം പ്രളയം വന്നു. എല്ലാ സമയത്തും തോടി വന്ന് ഭഗവാൻ ഇരുന്ന സമയത്താണ് ഭഗവാൻ ഉപദേശം ചെയ്യുന്നത്. ഗുരു എന്നുള്ള തത്വമാണ് ആ 7 ശ്ലോകങ്ങളിലും പറഞ്ഞത്. ഗുരുവിൻ്റെ തത്വങ്ങളാണ് 6 ശ്ലോകത്തിൽ ഗുരു എന്നുള്ള പേര് തന്നെ വരുന്നുണ്ട്. ഭാഗ്യത്തിൽ ഗുരു തത്വമാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ തത്വങ്ങളാണ് പിന്നീട് മത്സ്യപുരാണം എന്ന രൂപത്തിൽ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമയത്താണ് നമ്മുടെ ആദ്യത്തെ നമ്മൾ സ്മരിച്ചു. ആദ്യപ്പെടുത്ത് നമ്മുടെ എന്താണ് ഭഗവാൻ മോഹിനി രൂപം കണ്ടെന്ന് വെച്ചപ്പോൾ ചുരുപ്പിടുന്ന നമസ്കരിച്ചു. രണ്ടാമത് ഇവിടെയാണ് മത്സ്യാവതാരിയായ ഭഗവാനെ നമസ്കരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടോടുകൂടി 8-ാമത്തെ സ്കന്ധം സമർപ്പിച്ചു. ബാക്കിയുള്ളത് നമുക്ക് പല ദിവസം നോക്കാം. കായേന വാചാ ഗുരുവിവരസാ തൽബലപ്രീതാത്മാ വിദ്യൽ കുറവേ സമസ്തം തല്ലിവരതരേ പ്രിയസാവർപ്പയാമി. നാരായണ 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 നാരായണ.